Good day all. Today we can move with the poem Ode to Skylark by P.B. Shelley. So shall we move to the author? P.B. Shelley is a second generation romantic poet like Lord Byron and John Keats. Romanticism was a philosophical literary movement that emerged as an action against rationalism of 18th century. അപ്പോൾ അദ്ദേഹം ലോർഡ് ബൈറൻ്റെ ജോൺ കീറ്റ്സിൻ്റെ ഒക്കെ പോലെ തന്നെ എന്താണ് സെക്കൻഡ് ജനറേഷൻ റൊമാൻറ്റിക് പോയിറ്റാണ്. റൊമാൻറ്റിസം എന്ന് പറഞ്ഞാൽ ഒരു ഫിലോസഫിക്കൽ ലിറ്റററി മൂവ്മെൻ്റ് ആണ്. റാഷണലിസത്തിനെതിരെ 18th സെഞ്ചുറിയിൽ നിലനിന്നിരുന്ന റാഷണലിസത്തിനെതിരെ ആണ് ഈ റൊമാൻറ്റിസം എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ് വന്നത്. അതുപോലെ തന്നെ കോളറിഡ്ജും വേർഡ്സ്വർത്തിൻ്റെയും ലിറിക്കൽ ബാലഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ പബ്ലിക്കേഷനിലൂടെയാണ് ഇത് ലിറ്റററി മൂവ്മെൻ്റ് ആയിട്ട് മുന്നോട്ട് വന്നത്. ഇതിന് ഇൻസ്പിറേഷൻ കിട്ടിയത് ഫ്രഞ്ച് റവല്യൂഷൻ എന്നാണ്. And it refused the blindness of acceptance of authority and ideas that have individuality. എന്താണ് അത് അധികാരത്തെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. അതിനെ എപ്പോഴും അതോറിറ്റീനെ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മുടെ റൊമാൻറ്റിക് റൈറ്റേഴ്സ് എഴുതിയിരുന്നത്. ആൻഡ് the writers sought freedom from the rebel against classical convention. And Shelley was the most radical of romantic poet. As a child, he was fascinated by the Gothic romances, and he liked to question authorities, the king or the church. And his famous or his major works include Ode to the West Wind, To the Cloud, Ode to Skylark. And Adonais is an elegy on the death of John Keats. And Prometheus Unbound and Hellas are his lyrical dramas. He died in a boat accident. So, ഇതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു മെയിൻ അല്ലെങ്കിൽ ബേസിക് ഐഡിയാസ്. ഓക്കെ, സോ ആൻഡ് ഓഡ് എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പോം യൂഷ്വലി പ്രൈസ് സംതിങ്. അപ്പോൾ എന്താണ് ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ പ്രൈസ് ചെയ്ത് എഴുതുന്ന ഒരു പോമിനെയാണ് ഒരു ചെറിയ എന്താണ് ലിറിക്കൽ പോയട്രീനാണ് നമ്മൾ എന്ത് പറയുന്നത് ഓഡ് എന്ന് പറയുന്നത്. സോ we can move to the stanza first. So here he welcomes the spirit. അദ്ദേഹം സ്കൈലാർക്കിനെ ഒരു സ്പിരിറ്റ് ആയിട്ടാണ് വെൽക്കം ചെയ്യുന്നത് അല്ലേ. അദ്ദേഹം ഒരു ഗ്രീറ്റിംഗ് എന്നുള്ള രീതിയിലല്ല, പക്ഷേ ഒരു ഭക്തി നിറഞ്ഞൊരു മനസ്സോടെയാണ് സ്കൈലാർക്കിനെ വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നോ അതോ സ്വർഗത്തിൽ നിന്ന് അതിനടുത്ത് എവിടുന്നോ നിന്നാണ് നീ വരുന്നത്. നിൻ്റെ പാട്ട് അതൊരു പ്രാക്ടീസോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റോ ഇല്ലാതെ അത്രത്തോളം ഭംഗിയിലാണ്, അത്രത്തോളം എന്താണ് മാധുര്യത്തിലാണ് നീ പാടുന്നത്. സോ ഷാൽ വി മൂവ് ടു ദ സെക്കൻഡ് സ്റ്റാൻസ. സോ ഒരു തീഗോളം പോലെയാണ് നമ്മുടെ സ്കൈലാർക്ക് ആകാശത്തേക്ക് ഉയരുന്നത്. എർത്തിൽ നിന്ന് ആകാശത്തേക്ക് എന്താണ് ഫ്ലൈ ചെയ്തു പോകുന്നത് തീഗോളം പോലെ. എന്താണ് ഇതിൽ ലാസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് ഒരു തീഗോളം പോലെ നീ പാടുമ്പോൾ ഉയരുകയും ഉയരുമ്പോൾ പാടുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം പവർഫുൾ ആണ്, അതുപോലെ അൺസ്റ്റോപ്പബിൾ ആണ് നമ്മുടെ സ്കൈലാർക്കിൻ്റെ ഈ ഒരു പാട്ട്. മൂവിങ് ഓൺ ടു ദ തേർഡ് സ്റ്റാൻസ. The sun is getting and there is a golden light brightening the sky. The bird is floating and running as if joy itself that has just started race. അപ്പോൾ നമ്മുടെ ഈ സ്കൈലാർക്ക് ഇപ്പോൾ ജസ്റ്റ് പറക്കാൻ സ്റ്റാർട്ട് ചെയ്ത പോലെയാണ് അതിൻ്റെ ആ ഒരു ആഹ്ലാദവും അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഫ്ലൈയിങ്ങും അതിൻ്റെ ഹാപ്പിനെസ്സും അതിൻ്റെ ഒരു മൂഡും എല്ലാം ഇപ്പോൾ ജസ്റ്റ് എന്താണ് ഫ്ലോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത പോലെയാണ്. The sun is getting the golden light brightening the skies. അപ്പോൾ ആ ഒരു സൺസെറ്റിൻ്റെ സമയമാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു സമയത്തുള്ള സ്കൈലാർക്കിൻ്റെ ആ ഒരു പാട്ടിൻ്റെ മാധുര്യം, സ്കൈലാർക്കിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു പ്രസൻസ്, അതിനെയാണ് അദ്ദേഹം പറയുന്നത്. സോ മൂവിങ് ഓൺ ടു ദ ഫോർത്ത് സ്റ്റാൻസ. സോ അദ്ദേഹം പറയാണ് എന്താണ് ഈ സ്കൈലാർക്കിൻ്റെ ആ സോങ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രസൻസിൽ ചുറ്റുമുള്ളത് എന്താണ് എല്ലാം വിളറി കാണപ്പെടുകയാണ്. ലുക്കിംഗ് പെയിൽ, കുറച്ചുകൂടി പെയിലായി തോന്നുകയാണ്. ഷെല്ലി കമ്പയർ ദിസ് സീൻ വൺ ദാറ്റ് റീഡർ മൈറ്റ് കം അക്രോസ് ഡ്യൂറിങ് ദ ഡേ. ആസ് വൺ കാസ്റ്റ് ദ ഐസ് ടു സ്കൈ ഡ്യൂറിങ് ദ ഡേ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സീ സ്റ്റാർസ്, ബട്ട് യെറ്റ് വൺ നോ they are there. And this same thing stands true for Shelley, who sends the bird's presence but can no longer see it. It is as if the bird has become a star of heaven, or perhaps it already was. അപ്പോൾ ഇതിൽ പറയുന്നത് പകൽ സമയങ്ങളിൽ നമുക്ക് എന്താണ് സ്റ്റാർസിനെ കാണാൻ പറ്റില്ല, പക്ഷെ എന്താണ് പകൽ സമയത്തും സ്റ്റാർസ് അവിടെ ഉണ്ടെന്ന് എന്താണ് നമുക്കറിയാം. പക്ഷെ എന്താണ് അത് നമുക്കറിയാം. അതുപോലെയാണ് നമ്മുടെ സ്കൈലാർക്ക് പല
ചുറ്റുപാടുള്ള പലതിനെയും എന്താണ് നമ്മുടെ സ്കൈലാർക്കിൻ്റെ പ്രസൻസിൽ വിളറി കാണപ്പെടുകയാണ്. പക്ഷേ നീ അവിടെ ഉണ്ട് എന്ന് എന്താണ് ഞങ്ങൾക്കറിയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്താണ്, അദ്ദേഹത്തിന് സ്കൈലാർക്കിൻ്റെ ആ ഒരു പാട്ട് നന്നായിട്ട് ആസ്വദിക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ പറ്റുന്നുണ്ട്. പക്ഷേ സ്കൈലാർക്കിനെ കാണാൻ പറ്റില്ല. അപ്പോൾ പകൽ സമയത്ത് കാണപ്പെടാത്തൊരു നക്ഷത്രത്തെയാണ് ഇവിടെ നമ്മുടെ PB ഷെല്ലി ഉപമിച്ചിട്ടുള്ളത്, സ്കൈലാർക്കിനെ ഉപമിച്ചിട്ടുള്ളത്. Fifth stanza. In the fifth stanza, Shelley makes his comparison between the bird and the moon. He is directly relating happiness and joy to the beauty of the natural world, a theme that Shelley was not unfamiliar with. The bird is as keen as a solo arrow of the light that emanates from the silver sphere that is the moon. At night, the moon is intensely bright, but during the day, once white dawns, it's very hard to see. It eventually disappears, but we still know and feel that it is there. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് കമ്പാരിസൺ എന്തുമായിട്ടാണ്, ബേർഡ് ആൻഡ് മൂണുമായിട്ടാണ്. നേരത്തെ ബേർഡ് ആൻഡ് സ്കൈ വന്നു, അതിനു മുമ്പ് ബേർഡ് ആൻഡ് സ്റ്റാർസ് വന്നു, ആൻഡ് ബേർഡ് ആൻഡ് മൂൺ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കമ്പാരിസൺ. അപ്പോൾ എന്താണ്, മൂണിൻ്റെ റേസ്, അത് മൂണിൻ്റെ രശ്മികൾ, അതിന് അതിൻ്റേതായ പവറുണ്ട്. പക്ഷേ പക്ഷേ സൺ വരുന്ന സമയത്ത്, സൂര്യൻ വരുന്ന സമയത്ത് എന്താണ്, ഈ ചന്ദ്രൻ്റെ രശ്മികൾ മങ്ങിപ്പോകുന്നു. അതിൻ്റെ ആ ഒരു പ്രസൻസ്, അതിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കുറച്ച് മങ്ങിപ്പോകുന്നു. സോ എന്താണ്, നമുക്ക് ഡേ ടൈമിൽ എന്താണ് ചന്ദ്രനെ കാണാൻ പറ്റാത്തതുപോലെ എന്താണ് ഇവിടെ സ്കൈലാർക്കിനെയും നമ്മുടെ PB ഷെല്ലിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ സ്കൈലാർക്കിൻ്റെ ആ വോയിസ് എന്താണ്, അല്ലെങ്കിൽ സ്കൈലാർക്കിൻ്റെ ആ പാട്ട് കേൾക്കുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ PB ഷെല്ലിക്ക് അറിയാം എന്ത്, സ്കൈലാർക്ക് ഈസ് ദ ഇൻ സംവേർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അല്ലെങ്കിൽ ഇവിടെ എവിടെയോ നീ ഉണ്ടെന്ന് നമുക്കറിയാം. എന്താണ്, പകൽ സമയത്ത് ചന്ദ്രൻ്റെ രശ്മികൾ കാണാൻ പറ്റാത്തതുപോലെ നിന്നെ കാണാൻ ഇല്ല എന്നുള്ളൂ, പക്ഷെ നീ അവിടെ ഉണ്ടെന്ന് എന്താണ് ഞങ്ങൾക്ക് അറിയാമെന്നാണ് PB ഷെല്ലി ഈ സ്റ്റാൻസിൽ പറയുന്നത്. സോ 6th സ്റ്റാൻസിൽ എന്താ പറയുന്നത്, 6th സ്റ്റാൻസിൽ പറയുന്നത് the poet expand on this idea in the 6th stanza. The entire atmosphere of the earth and one cannot see depending on the time of day is made greater when the bird's voice is there. അപ്പോൾ ഇതിൽ പറയുന്നത് സ്കൈലാർക്കിൻ്റെ പാട്ടിൽ എന്താണ് എർത്തും അറ്റ്മോസ്ഫിയറും എല്ലാം എന്താണ് ഇമ്മേഴ്സ്ഡ് ആണ്. ഇവിടെ പറയുന്നുണ്ട് ചന്ദ്രൻ എന്താണ് മേഘങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒളിച്ചിരുന്നിട്ടതിന് ശേഷം മുന്നോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ മേഘങ്ങൾക്കിടയിലൂടെ ഇടയ്ക്ക് ചന്ദ്രനെ കാണുന്ന സമയത്ത് എന്താണ് ആളുകൾക്ക് ഉണ്ടാകുന്ന സന്തോഷം, ആ ഒരു സന്തോഷമാണ് എന്താണ് നിൻ്റെ പാട്ടിലൂടെ ഹൃദയങ്ങൾ കീഴടക്കാൻ നിനക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ പല ഹൃദയങ്ങളും പ്രകാശിപ്പിക്കുന്നത് നീ അങ്ങനെയാണ്. അത് ഇവിടെ എന്താണ് ഒരു മൂണുമായിട്ട് എഗെയിൻ കമ്പാരിസൺ വരുന്നുണ്ട്. 7th stanza. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ PB ഷെല്ലി, വി ഡോണ്ട് നോ വാട്ട് യു ആർ, നീ എന്താണ് അല്ലെങ്കിൽ നീ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ നിന്നെപ്പോലെ വേറെ എന്താണുള്ളതെന്ന് അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യണം. നിന്നെപ്പോലെ എന്താണ് അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് എന്താണുള്ളത്. The melody that comes from you is more beautiful than the drops that flow from the rainbow clouds. അപ്പോൾ റെയിൻബോ ക്ലൗഡ്സിൽ നിന്ന് വരുന്ന അതായത് നമ്മുടെ മഴവിൽ മേഘങ്ങളിൽ നിന്ന് ഒളിച്ചിറങ്ങുന്ന ഡ്രോപ്സിനേക്കാൾ മനോഹരമാണ് നിൻ്റെ സ്വരമാതിരി, അല്ലെങ്കിൽ നിൻ്റെ ആ ഒരു ശബ്ദം എന്താണ് റെയിൻബോയിൽ നിന്ന് ഒളിച്ചിറങ്ങുന്ന ഡ്രോപ്സിനേക്കാളും മാധുര്യമുള്ള അത്രത്തോളം. അതായത് ഇവിടെ ഇങ്ങനെ എന്താ പ്രൈസ് ചെയ്ത് ഇങ്ങനെ ഓരോ സ്റ്റാൻസയിലും എന്താണ് ഓരോന്നുമായിട്ടും കമ്പയർ ചെയ്യുന്നു, ഓരോന്നുമായിട്ടും പ്രൈസ് ചെയ്യാണ് നമ്മുടെ PB ഷെല്ലി ചെയ്യുന്നത്. സോ 8th stanza. Like a poet immersed in thought, you are singing without being asked. എന്താണ് ഒരു ചിന്തയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചിന്തയിൽ ആണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പോയറ്റ് അല്ലെങ്കിൽ ഒരു കവിയെപ്പോലെ എന്താണ് ആ ഒരു കവി എപ്പോഴും ഇങ്ങനെ കവിത എഴുതിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കും. അതുപോലെ ഒന്നും ചോദിക്കാതെ എന്താണ് നീ പാടുകയാണ്. ആരും നിന്നോട് ഡിമാൻഡ് ചെയ്യുന്നില്ല, നീ പാടുകയെന്നും പറഞ്ഞാൽ ആരും ഡിമാൻഡ് ചെയ്യുന്നില്ല, ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. പക്ഷെ നീ എന്താണ് ചിന്തയിൽ ആണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചിന്തയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കവി എങ്ങനെയാണ് പാടുന്നത് അതുപോലെയാണ് നീ പാടിക്കൊണ്ടിരിക്കുന്നത്. And the world is now listening sympathetically to the hopes and fears which it refused to listen it earlier. അപ്പോൾ എന്താണ് ലോകം നിൻ്റെ ഈ പാട്ടുകൾ വല്ലാതെ കേൾക്കുന്നു അല്ലെങ്കിൽ ശ്രവിക്കുന്നു. അതിലൂടെ എന്താണ്
പലതും മറന്നു പോകുന്നു. വേൾഡിലെ പല കാര്യങ്ങളും എന്താണ് ആളുകൾ മറന്നു പോവുകയാണ്. So now the world is listening sympathetically to the hopes and fears which it refused to listen to earlier. 9th stanza. And here stanza 9 of To Skylark provide the reader with another comparison. Again, എന്താണ് comparison നമുക്ക് നോക്കാം. Skylark is said to be like a high-born maiden that is locked away in a palace tower from the way above her lover, as a bird is above the poet. She is able to secretly soothe his soul. Her words, just like the bird's music, are sweet as love, and in case of maiden, it overflows her bow or bedroom. High-born maiden എന്ന് പറഞ്ഞാൽ കന്യക അല്ലേ? ഹൈബോൺ മെയ്ഡൻ എന്താണ്? മേ ബി രാജകൊട്ടാരത്തിലൊക്കെ ഉള്ള ഒരു രാജകുമാരിയെയോ അല്ലെങ്കിൽ ഹൈബോൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കന്യകയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ പാടുന്നുണ്ട്. അവരവരുടെ മനസ്സിനെ കംഫേർട്ടാക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഭയങ്കര ദുഃഖപൂർണമായ വരികൾ ഇങ്ങനെ പാടുകയാണ്, സ്നേഹം കൊണ്ട് അവരെ മനസ്സിനെ ഇങ്ങനെ തലോടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളുടെ മുറികൾ എന്താണ് ആ ഒരു സംഗീതത്തിൽ മുഴുകിയിട്ടുണ്ട്. അപ്പോൾ ആ റൂം എന്താണ് ഫുള്ള് എന്താ പറയുക സംഗീതം കൊണ്ട് ഫിൽഡ് ആയിട്ടുണ്ട്. അത്ര ശബ്ദമാധുര്യത്തിൽ അവിടെ ആ ശബ്ദമാധുര്യത്തിൽ എന്താണ് റൂം ടോട്ടലി ഇമ്മേഴ്സ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ സ്കൈലാർക്കിൻ്റെ പാട്ട്. അത്രത്തോളം ആളുകളെ അത്രത്തോളം ആളുകളെ ലയിപ്പിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ ലയിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ് നമ്മുടെ സ്കൈലാർക്കിനും ഉള്ളത്. ആൻഡ് ദ കമ്പാരിസൺ സോ മൂവിങ് ഓൺ ടു 10th stanza. നെക്സ്റ്റ് പറയുന്നത് ഒരു മിന്നാമിനുങ്ങുമായിട്ടുള്ള ഒരു കമ്പാരിസണാണ്. ഗ്ലൗ വോം എന്ന് പറയുന്നത് മിന്നാമിനുങ്ങ്. അപ്പോൾ ഒരു മിന്നാമിനുങ്ങിനെ പോലെയാണ് നീ, ഒരു താഴ്വരയിലെ മിന്നാമിനുങ്ങ് പോലെയാണ് നീ. അതെന്താണ് പൂക്കളെയും പുല്ലിൻ്റെയും ഇടയിൽ മിന്നാമിനുങ്ങിൻ്റെ പ്രകാശം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പല സമയങ്ങളിലും പൂക്കളും ഇലകളും ആ മിന്നാമിനുങ്ങിനെ ഹൈഡ് ചെയ്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗ്ലൗ വോമായിട്ടാണ് അദ്ദേഹം സ്കൈലാർക്കിനെ കമ്പാരിസൺ ചെയ്തിട്ടുള്ളത്. So shall we move to the 11th stanza? നെക്സ്റ്റ് വരുന്ന റെഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു റോസ് പൂ പോലെയാണ് നീ. റോസാപ്പൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇലകളുണ്ടാവും അല്ലേ? ചുറ്റോറം നമുക്ക് ഒരു നന്നായിട്ട് അറേഞ്ച് ചെയ്ത പോലെയായിട്ട് ഒരുപാട് ഇലകളുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കൈലാർക്ക് നീ സ്വന്തം ഇലകളാൽ അലങ്കരിക്കപ്പെട്ട ഒരു റോസാപ്പൂ പുഷ്പം പോലെയാണ്. അപ്പോൾ ചൂട് കാറ്റുകളൊക്കെ ഇടുന്ന സമയത്ത് റോസാപ്പൂ വാടും. പക്ഷെ ആ ഒരു വാടുന്ന റോസാപ്പൂ ആണെങ്കിൽ പോലും അതിൻ്റെ നറുമണം അതിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ് തേനീച്ചകളെ മത്ത് പിടിപ്പിക്കുന്ന രീതിയിലാണ് അല്ലേ? ഇൻടോക്സിക്കേറ്റിംഗ് ദി ബീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മണം നമ്മുടെ ബീസിനെ ഇൻടോക്സിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതുപോലത്തെ ഒരു ഇൻടോക്സിക്കേഷനാണ്, അതായത് ഒരു മത്ത് പിടിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ്. അപ്പോൾ അതുപോലെയാണ് സ്കൈലാർക്കിൻ്റെ ആ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു മത്ത് പിടിക്കുന്ന ആളുകളെ അത്രത്തോളം ഇൻടോക്സിക്കേറ്റിംഗ് ആക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ സ്കൈലാർക്കിൻ്റെ പാട്ട്. 11th stanza. 11th stanzയിൽ പറയുന്നത് ഒരു സ്പ്രിംഗ് റെയിനുമായിട്ടാണ്. വസന്തത്തിലെ മഴ. ഗ്രാസിൽ അതായത് പുല്ലിലൊക്കെ പതിക്കുമ്പോൾ നല്ല ഫൈൻ മെലഡിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു സമയത്തുള്ള മഴ കൊണ്ട് പൂക്കളെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഗ്രാസിനൊക്കെ നല്ല ഒരു എനർജി കിട്ടും, എല്ലാത്തരം സന്തോഷം ഉണ്ടാക്കും അല്ലേ? അത് നല്ലൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സന്തോഷം ഉണ്ടാക്കുന്ന ആ ഒരു മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു പൂക്കളുടെ സന്തോഷം അതിനെല്ലാം അപ്പുറമാണ് അതിനേക്കാളും മേന്മയുള്ളതാണ് നമ്മുടെ സ്കൈലാർക്കിൻ്റെ മ്യൂസിക് അല്ലെങ്കിൽ സ്കൈലാർക്കിൻ്റെ ആ ഒരു പാട്ട് എന്ന് പറയുന്നത് അതിനേക്കാൾ മനോഹരം അല്ലെ അതിനേക്കാൾ നല്ല ഒരു സന്തോഷം നിറക്കുന്ന ഒന്നാണ് ഈ സ്കൈലാർക്കിൻ്റെ മ്യൂസിക്. ഓക്കെ,